ഇത് എന്റെ സിനിമയോട് മാത്രം ഞാൻ പറയുന്ന ഒരു കാര്യമല്ല കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വലിയ എക്സ്പെരിമെന്റ് ആൻഡ് ഐ ഫീൽ ലൈക്ക് തിയേറ്റർ ഡിസേർവ്സ് ആ വലിയ എക്സ്പെരിമെന്റ്. വിഷ്വലി ഇത് ഭയങ്കര രസമായിരിക്കും, ഡിഫറെന്റ്. ഞാൻ ഈ സ്വയം അങ്ങനെ നമ്മളെ സിനിമയെ നമ്മളിങ്ങനെ പോഴ്ത്താൻ നിങ്ങൾക്ക് തോന്നുന്നില്ല. അതെ, ഇന്ന് ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ശരിക്കും എന്നെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. വൻ ലുക്കുകളിലാണ് ഇവരെല്ലാരും വേറെ സാധനങ്ങൾ കൂടി ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ സൂപ്പർ. നിങ്ങൾ മറ്റേ മെത്തേഡ് ആക്ടിംഗ് ഒക്കെയാണോ പിടിച്ചത്? അയ്യോ അങ്ങനെയല്ല, ഇത് മെത്തേഡ് ഉണ്ട്. ഈ ഡയറക്ടറിന്റെ ഒരു ടൈപ്പ് ഓഫ് ടെല്ലിംഗ് ദാറ്റ് യുനോ എനിക്ക് അത്ര ശരിയായില്ല, ഒരു ടേക്ക് കൂടി വേണം, വൺ മോർ ഷോട്ട് എന്നൊക്കെ പറയത്തില്ലേ? എങ്ങനെയാണ് പുള്ളി അത് ഡീൽ ചെയ്യുക? ആക്ടേഴ്സ് അങ്ങനെയാണ് അത് വർക്ക് ആവുന്നില്ല എന്ന് പറയാം. ചിലപ്പം ക്രേസി കൂടാണ്, പക്ഷെ ഓർമ്മ കൂടെ പോയാലും ഡയറക്ടറോട് ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തുള്ളൂ പക്ഷെ അത് അതിന് അപ്പുറത്തേക്ക് തന്നു എന്ന് പറയുന്നത് എന്തെങ്കിലും പരിപാടി ഉണ്ടോ ഇവര് ചെയ്തതില്? എല്ലാരും അങ്ങനെ. ഞാൻ ഒരു സാധനം എക്സ്പെക്ട് ചെയ്ത അതിന്റെ അപ്പുറമൊക്കെ ഒരുപാട് സാധനങ്ങൾ എനിക്ക് കിട്ടി. സാധാരണ മനുഷ്യന്മാർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ പറ്റില്ലല്ലേ? അല്ലല്ല, അങ്ങനെയല്ല, അത് ബുദ്ധി കൂടി പോയതെന്നുള്ള ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, ഇന്ന് എന്റെ കൂടെ ഉള്ളത് മസ്തിഷ്ക മരണം എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് അതിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ്. സോ വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ടോക്ക് ഓഫ് ദി ടൗൺ. ദിസ് ഇസ് അലിൻ ഷാ ആൻഡ് ഐ ഹാവ് വിത്ത് മീ കൃഷാന്ത്, നിരഞ്ജ്, ദിവ്യ പ്രഭ ആൻഡ് രജിഷ. വെൽക്കം ടു ദി ഷോ. അപ്പോ വിശേഷം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, മസ്തിഷ്ക മരണം തന്നെയാണ് നമ്മുടെ വിശേഷം അല്ലെ. ഞാൻ ഡയറക്ടറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ടീസർ കാണുമ്പോഴേ നമുക്ക് മലയാളികൾക്ക് ഇതുവരെ പരിചയമില്ലാത്തൊരു ജോണറെ പിടിച്ചിരിക്കുന്നത്. ഞാൻ നമ്മുടെ ട്രെയിലർ ലോഞ്ചിന്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ സൈബർ പങ്ക് എന്നൊരു വാക്ക് കേട്ടു. എന്താണ് ആക്ച്വലി സൈബർ പങ്ക്? സൈബർ പങ്ക് എന്ന് വെച്ചാൽ ഒരു 80s വന്ന ജോണറാണ്. അതായത് ടെക്നോളജി ഭയങ്കരമായിട്ട് വളരുകയും അറ്റ് ദ സെയിം ടൈം മനുഷ്യന്റെ കണ്ടീഷനും സോഷ്യൽ കണ്ടീഷൻസും അത്രയും വളരാതിരിക്കുകയും ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ നടക്കുന്ന കഥകളാണ് സൈബർ പങ്ക് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ അതിൽ ഒരുപാട് മേട്രിക്സ് തൊട്ട് ബ്ലേഡ് റണ്ണർ അങ്ങനെയൊക്കെ ഒരുപാട് സിനിമ, ഗോസ്റ്റ് ഇൻ ദ ഷെൽ എന്ന് പറയുന്ന സീരീസ് എല്ലാം അതിൻ്റെ അകത്ത് വരുന്നതാണ്. മലയാളത്തിൽ അങ്ങനത്തെ കൈൻഡ് ഓഫ് ചെറുകഥകളൊക്കെ ഉണ്ട്, ഷോർട്ട് ഫിലിംസും ഉണ്ട്. ഒരു മേജർ ഫിലിമായിട്ട് എൻ്റെ അറിവിലില്ല, അതുകൊണ്ട് ആ ജോണറിലോട്ട് കയറുവാണ്. എന്നാലും നമ്മുടെ പക്ഷേ ആ ജോണർ മാത്രമല്ല, സൈബർ പങ്ക് കോമഡി, കോർട്ട് റൂം ഡ്രാമ, ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ഒക്കെയാണ്. അപ്പൊ അങ്ങനത്തെ വേറൊരു മിക്സ് ആണ് നമ്മുടെ. ഓക്കെ രജിഷ, ഇപ്പൊ താങ്കളുടെ ഒരു കരിയർ ഗ്രാഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂവീസ് എടുക്കുമ്പോഴത്തേനും നമുക്ക് ഈ സ്റ്റീരിയോടിപ്പിക്കൽ ആയിട്ട് ഒരിടത്ത് കൊണ്ടൊന്ന് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന പരിപാടികളല്ല ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഇഫ് ഐ എം നോട്ട് റോങ്, അതായത് താങ്കൾ സെലക്ട് ചെയ്യുന്ന മൂവീസ് ഉണ്ടല്ലോ, ഒന്നെങ്കിൽ വളരെ വലിയൊരു മൂവീസിൽ ചെറുതാണെങ്കിലും വളരെ വൈറ്റൽ ആയിട്ടുള്ള റോൾ ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മൂവിയിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്ന നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള റോൾസ് ആയിരിക്കും. ഈ മൂവിയിലോട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നു രജിഷനെ ഇങ്ങനെ കണ്ടിട്ടില്ല, ഓക്കെ, ആരും കണ്ടിട്ടില്ല. സോ what was that factor that made you say yes to the movie? First factor was Krishant. Okay. Definitely the filmmaker, and the work he carries with him. അപ്പോൾ എനിക്ക് ഒബ്വിയസ് ആയിരുന്നു അതൊരു ഭയങ്കര, ആൻഡ് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പോകുന്ന ടീം ഇസ് ഓൾസോ ഭയങ്കര കിക്കാസ് ആയിട്ടുള്ള ഒരു ടീമുമാണ്. അപ്പം ഒരു അടിപൊളി ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എന്തായാലും ഒരു അടിപൊളി പ്രോഡക്റ്റ് വരും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ടല്ലോ. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഓഫ് കോഴ്സ് കൃഷാന്ത് എൻ്റെ അടുത്ത് വന്നപ്പം പറഞ്ഞ കഥ വാസ് മൈൻഡ് ബ്ലോയിങ് ടു മീ. അതായത് ഇതിൻ്റെ ഒരു കഥ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇത് എന്ത് കഴിച്ചിട്ടാണ് കൃഷാന്തിന്റെ തലയിൽ ഈ ഐഡിയ അങ്ങനെ നമുക്ക് തോന്നിപ്പോകുന്ന ഒരു ഐഡിയ. ആ ഐഡിയ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന എക്സാക്ട് ടീമിനെയും അദ്ദേഹം കണ്ടുപിടിച്ചു. അതിൻ്റെ ഒരു എന്താ പറയാ, ഈ ഒരു പോകുന്നതിൻ്റെ ഒരു പ്രോസസ് ഭയങ്കര, ആൻഡ് ഐ ന്യൂ ദിസ് വുഡ് ബി എ വെരി ഡിഫറെന്റ് എക്സ്പീരിയൻസ് ഫോർ മീ. ഞാൻ വിചാരിച്ചതിനേക്കാളും ഭയങ്കര ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നീട് എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ എനിക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ, വേറൊരു ഇന്റലക്റ്റും വേറൊരു തോട്ട് പ്രോസസ്സും വേറൊരു കൈൻഡ് ഓഫ് ഫിൽം മേക്കിംഗ് ഒക്കെയാണ്. അപ്പം ഓൾ ഓഫ് ദിസ്, ആൻഡ് ലക്കിലി ഫോർ മീ ഈ സിനിമയിൽ ഐ ഹാവ് എ ഫാബുലസ്ലി ഗുഡ് ക്യാരക്ടർ റിട്ടേൺ ഓൺ സ്ക്രിപ്റ്റ്. അത് എത്രമാത്രം എന്നെ കൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ബാക്കി പിന്നീടുള്ള കാര്യം. പക്ഷേ ഓൺ സ്ക്രിപ്റ്റ് ഇറ്റ്സ് എ വണ്ടർഫുള്ളി റിട്ടേൺ ക്യാരക്ടർ. അപ്പം ഇതെല്ലാം കൂടി ഒത്തുവരുന്ന ഒരു മാജിക് വൺസ് ഇൻ എ വൈൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ക്യാരക്ടറും സിനിമയും ടീമും എല്ലാം കൂടെ ഒത്തുവന്ന് നമ്മളുടെ അടുത്തേക്ക് വരിക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ലക്കാണ്. സോ ബിഫോർ ഐ ചൂസ് ദ ഫിലിം, ഹി ചോസ് മീ ഓർ ദ ഫിലിം ചോസ് മീ എന്നുള്ളതാണ് റിയാലിറ്റി. ആൻഡ്
അതെ, എന്നെ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ശരിക്കും എന്നെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഏകദേശം 10 വർഷമാറ് ഈ ജൂലൈയിൽ 10 years ആവും ഞാൻ സിനിമയിൽ വന്നിട്ട്. 10 yearsൽ ഞാൻ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഈ ഒരൊറ്റ സിനിമയിൽ ചെയ്യാൻ പറ്റി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഐ ട്രൂലി ഫീൽ വെരി ലക്കി. അടിപൊളി. അപ്പൊ നമ്മൾ വെയിറ്റിംഗ് ആണ് എന്തൊക്കെയാണ് അതിനകത്ത് ചെയ്ത് ഹൈപ്പ് വെച്ചിരിക്കുന്നത്. കൂട്ടിയതല്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു ഇല്ല, നമ്മളെ ഈ ടീസർ കാണുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ ഒരു സാധനം വരും, ഇതെന്തോ സംതിങ് ന്യൂ ആണെന്നുള്ളത്. ദിവ്യ, ഫസ്റ്റ് ഓഫ് ഓൾ വി ഇമാജിൻ ലൈക്ക് ഞാൻ കണ്ടു, ദാറ്റ് വാസ് എൻ ഓസം മൂവി. ഓക്കെ, ഇന്റർനാഷണലി ഇത് ഇപ്പൊ എല്ലാരും നമ്മൾ അവാർഡ് വിന്നിംഗ് ആയിട്ടുള്ള കുറെ ആൾക്കാരാണ് ഒരുമിച്ചിരിക്കുന്നത്. നാഷണൽ അവാർഡ് വിന്നർ ഉണ്ട്. നമുക്ക് വരും ബ്രോ, നമുക്ക് വരും. അവാർഡ് വിന്നിംഗ് സ്റ്റേറ്റ് അവാർഡ് വിന്നർ ഉണ്ട്, ഇന്റർനാഷണൽ അവാർഡ് വിന്നിംഗ് ആയിട്ടുള്ളതിന്റെ പാട്ടാണ്. നാഷണൽ അവാർഡ് എങ്ങനെയാണ് താങ്കൾ സംഭവിച്ചു പോയതാ സംഭവിച്ചു പോയതാ? എനിക്ക് എങ്ങനെയോ കിട്ടിയതൊക്കെ അല്ല, പണിയെടുത്തിട്ട് കിട്ടിയതാ. ഓക്കെ, സോ എങ്ങനെ ഈ മൂവിയിലേക്ക് വരുന്നത്? ഓഫ് കോഴ്സ് കൃഷാന്ത് വിളിച്ചിട്ടാണ്. നമ്മൾ കുറെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് സംസാരിക്കായിരുന്നു. ലക്ലി ഈ പ്രോജക്റ്റിൽ തന്നെ എനിക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റി. എന്താ പറയാ, ഭയങ്കര രസമുള്ള ഒരു നറേറ്റീവാണ്. പ്ലോട്ട് ഓഫ് കോഴ്സ് അത് എന്താ പറയാ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ അതിന്റെ ഒരു റൈറ്റിംഗ് ആണെങ്കിലും അതിന്റെ ഒരു പേഴ്സ്പെക്റ്റീവ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കൃഷാന്തിന്റെ ഒരു കപ്പാസിറ്റി നമുക്ക് അറിയാം, ഈ ഫിലിം മേക്കിങ്ങിലാണെങ്കിലും റൈറ്റിങ്ങിലാണെങ്കിലും എല്ലാ രീതിയിലും ഇതിനു മുമ്പുള്ള സിനിമകൾ കാണുമ്പോൾ. അപ്പം വേറെ തരത്തിലുള്ള കൺഫ്യൂഷൻ ഒന്നുമില്ല ഇതിനകത്ത്. നമുക്ക് ഏറ്റവും ആദ്യം ഒരു സ്ക്രിപ്റ്റ് വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു കൺഫ്യൂഷനും ഉണ്ടായിരുന്നില്ല. വിളിച്ചപ്പോ തന്നെ ഇന്നാണ്, സ്ക്രിപ്റ്റ് അയക്കുന്നതിന് മുമ്പേ ഞാൻ ഇന്നാണ്, അത് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ നറേറ്റ് ചെയ്തു, ഫോണിൽ നറേറ്റ് ചെയ്തു അങ്ങനെ. പിന്നെന്താ പറയാ, എല്ലാം ന്യൂ ആയിരുന്നു മൊത്തത്തിൽ. പ്ലോട്ട് ആണെങ്കിലും ആക്ടേഴ്സ് വൈസ് ആണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് എല്ലാവരുമായിട്ടും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഓക്കേന്ന്. പിന്നെ ഒരുപാട് വർക്ക് ചെയ്യാനുള്ള സാധ്യതയുള്ള ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് കുറെ പോസിബിലിറ്റീസ് ഉള്ള, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യുന്നത്. കുറച്ചൊരു കോമഡി ഒക്കെ എലമെന്റ്സ് ഒക്കെ ഉള്ളതാണ്. ട്രൈ ചെയ്തിട്ടുണ്ട്, എങ്ങനെ വരും എന്നറിയില്ല അങ്ങനെ. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിപ്പോൾ ഭയങ്കര സൈഫൈ എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു മൂവിയാണ് അതെന്ന് പറയുമ്പോഴും അറ്റ് ദ സെയിം ടൈം ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടാണ് ഈ മൂവി ഇരിക്കുന്നത്. ഈ പോസ്റ്ററും ഇതൊന്നും കണ്ടിട്ട് ആരും പേടിക്കണ്ട. അങ്ങനെയല്ല അയ്യോ ഇതിന് എന്തോ വലിയ എന്തോ ഇല്ല, ഇത് ശരിക്കും ഭയങ്കര എന്റർടൈനർ ആണ് വിഷ്വലി ഒക്കെ. നിരഞ്ജ്, സോ പറയൂ, എത്രത്തോളം ഡിഫറെന്റ് ആണ് ഇത്രയും നാളെ ചെയ്തിരുന്ന മൂവീസിൽ വെച്ച് ഇതിന്? ഓഫ് കോഴ്സ് ഇത് എനിക്ക് തോന്നുന്നു ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ 2046 നടക്കുന്ന പ്ലോട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ നമുക്ക് മൊത്തത്തിലൊരു ഡിഫറൻസ് ഉണ്ടാവും, നമ്മുടെ ഒരു എന്താ പറയുക ലുക്കിലും ഒക്കെ മൊത്തത്തിൽ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. സോ എന്തായിരുന്നു ആ ഒരു പ്രിപ്പറേഷൻ? ഹൗ വാസ് ദ പ്രോസസ് ഓൾ ടുഗെദർ? പ്രിപ്പറേഷൻ ഞാൻ കുറച്ച് പടത്തിന് വേണ്ടി കുറച്ച് ഫിറ്റൊക്കെ ആയി ലുക്കൊക്കെ വേറെ മാറ്റി പിടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും മാറ്റി പിടിച്ചിട്ട് പോലും ബാക്കി വന്ന ക്യാരക്ടേഴ്സ് എല്ലാം അടിപൊളിയായിട്ട് വൻ ലുക്കുകളിലാണ് ഇവരെല്ലാരും വേറെ സാധനങ്ങൾ വേണ്ടി ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ സൂപ്പർ താങ്ക്സ് അങ്ങനെ എല്ലാ. പക്ഷെ രസമുള്ള ഈ ഫുൾ പ്രോസസ് ഭയങ്കര രസമായിരുന്നു. ഭയങ്കര ഷൂട്ടിങ്ങും സംഭവങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ഓഫ്കോഴ്സ് കഥ കേട്ടപ്പോൾ തന്നെ ഞെട്ടി. പിന്നെ ഇങ്ങനെയുള്ള പടങ്ങൾ വരുന്നത് അതൊരു ലക്കും കൂടെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് ഹാപ്പൻസ് ഓഫൺ വേണമെങ്കിൽ പറയാം. കാരണം ഇങ്ങനെ ഇത്ര എല്ലാം കൂടെ കയറി, അതൊരു കൊമേഴ്ഷ്യൽ പടമാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഭയങ്കര ഡിഫറെൻറ്റ് സ്റ്റോറി ലൈനാണ്, ഭയങ്കര വ്യത്യസ്തമായ മേക്കിംഗ് ആണ്. അതിൻ്റെ എനിക്ക് എല്ലാം കൂടെ ഞാൻ പറഞ്ഞ ഹൈപ്പ് കൂട്ടുന്നില്ല, ഞാൻ നല്ലൊരു സിനിമ. അപ്പൊ അങ്ങനെ പടം കിട്ടിയത് ഭാഗ്യം. അതിനി ഇപ്പൊ അടുത്ത് കിട്ടുമോ, ഇനി അതുപോലെ വരുമോ എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷെ ഇത് ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട്. ഓക്കെ ഫൈൻ. ഈ ഫ്രാങ്ക് ബൈറ്റിംഗ് ഓഫ് സൈമൺസ് ഫ്രാങ്കൻ ബൈറ്റിംഗ് അല്ലേ? ഫ്രാങ്കൻ ബൈറ്റിംഗ് ഓഫ് സൈമൺസ് ഡ്രീംസ് അല്ലേ? ഫ്രാങ്കൻ ബൈറ്റിംഗ് ഇപ്പൊ ടെക്നിക്കലി നമ്മൾ പറയുമ്പോഴത്തേനും ഈ പീസസ് ഓഫ് സാധനങ്ങൾ ഓൾട്ടുഗെദർ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഒരു മീനിങ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതല്ലേ അത്? അപ്പൊ അതും ഈ മൂവിയായിട്ട് എന്താ ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈമൺസ് മെമ്മറീസ് എന്ന് മാത്രമായിരുന്നു പേര്. ഇപ്പൊ രജീഷ് എൻ്റെ അടുത്ത് പറഞ്ഞ് കുറച്ചുകൂടെ ഒരു എൻ്റെ എല്ലാത്തിലും ഇങ്ങനെ ആർബിറ്റ് ഡോക്യുമെന്റേഷൻ ഓഫ് ആൻ ആംഫിബിയൻ ഹണ്ട് എന്നൊക്കെ ഉണ്ട് ആവാസത്തിലൊക്കെ. അപ്പൊ രജീഷിന്റെ കുറച്ചുകൂടെ ഗുമ്മുണ്ടായിക്കോട്ടെ. മലയാളം ടൈറ്റിൽ അടിപൊളിയല്ലേ, മസ്തിഷ്ക മരണം എന്ന് പറയുമ്പോൾ ഒരു ഗുമ്മുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഐ വാസ് ഇതിന്റെ റിസർച്ച് ആയിട്ട് ഞാനൊരു ബുക്ക് വായിക്കായിരുന്നു. അതിൽ ഫ്രാങ്കൻ ബൈറ്റ് എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ടായിരുന്നു, വിച്ച് ഈസ് അബൌട്ട് നമ്മൾ പല വീഡിയോയിൽ നിന്നും പല സാധനങ്ങൾ കട്ട് ചെയ്ത് അതെല്ലാം കൂടെ ഒത്തു വെക്കുമ്പോഴത്തേക്കും
അത് പുതിയ മീനിങ് വരും. റോസ്റ്റ് വീഡിയോസ് ഒക്കെ പോലത്തെ ഒരു മീനിങ് വരും അതിന്. അപ്പോൾ അതാണ് ഫ്രാങ്കൻ ബൈറ്റിൻ. അതിൻ്റെ ഒരു ബാഡ് സ്റ്റേജാണ് ഫ്രാങ്കൻ ബൈറ്റിൻ. ഒരാളുടെ മെമ്മറീസിന്റെ ഫ്രാങ്കൻ ബൈറ്റിൻ ആണ് കുറച്ചൊക്കെ വരുന്നത്. ഈ ഫ്രാങ്കൻ ബൈറ്റിൻ ആക്ച്വലി ഒരു നെഗറ്റീവ് ഒരു ടേമും കൂടി. അതെ അതെ, ഫ്രാങ്കൻസ്റ്റീൻ ഓഫ് മീഡിയ ആണ്. അതെ അതെ, മീഡിയ മാനിപ്പുലേറ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ. അതെ അതെ, അപ്പൊ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഒക്കെ ഇതിന്റെ അകത്ത് വരും. അത് ഓർമ്മകൾ വെച്ചിട്ടൊക്കെ വരുന്ന ഒരു സ്ഥലത്തെത്തും സിനിമ. അപ്പൊ അങ്ങനെ ഒരു പേര് വന്ന് ഞാൻ നോക്കി കൊള്ളാം, നമുക്ക് നമ്മുടെ സിനിമ ഫ്രാങ്കൻ ബൈറ്റിൻ എന്നൊക്കെ പേരിടാൻ പറ്റില്ല. ഈ മെമ്മറീസ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമുക്ക് എടുക്കാമല്ലോ. അതായത് മെമ്മറീസ് ഒരുപക്ഷെ നമുക്ക് നല്ലതാണ്, ചില മെമ്മറീസ് നമുക്ക് സീനാണ്, അത് എങ്ങനെയെങ്കിലും തലയ്ക്കകത്ത് പോയാൽ കൊള്ളാം എന്നുള്ളത്. അതിനിടയ്ക്കാണ് നിങ്ങൾ ഈ മെമ്മറി എക്സ്ട്രാക്ട് ചെയ്യുന്ന പരിപാടിയായിട്ട് വരുന്നത്. സോ അതിനെപ്പറ്റി ഒന്ന് കൂടുതൽ പറയാമോ? എനിക്കൊന്ന് ഇതിന്റെ കോർ, ഈ സിനിമയുടെ ഒരു കോറായിട്ട് പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓർമ്മകളാണ്. അത് പലരുടെയും പല ഓർമ്മകളെ തുന്നിച്ചേർത്ത് നമ്മൾ വേറൊരു ഒരു നെറേറ്റീവില് പ്രസന്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് മസ്തിഷ്ക മരണം. ഇപ്പൊ നിങ്ങൾക്ക് തോന്നും എന്നാ പിന്നെ ഇതിന് മരണം എന്തിനാണ് മസ്തിഷ്ക മരണം അതിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പം അതും ഇതിലൊരു കോർ ഇൻസിഡന്റ് ആണ്. അത് സംഭവിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത് തുന്നിച്ചേർക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഒന്നും മനസ്സിലായില്ലല്ലോ. എനിക്കൊന്നും പക്ഷെ ഈ പടം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതും വിൽ മേക്ക് സെൻസ് ടു യു. പക്ഷെ ഈ തുന്നി ചേർക്കുന്ന മെമ്മറി നല്ല മെമ്മറി മാത്രം ആവണം നിർബന്ധമില്ല. നല്ലതുമുണ്ട്, ഭയങ്കര എക്സൈറ്റ് ചെയ്യുന്നതുണ്ട്, വിഷമം വരുന്നതുണ്ടാവാം, നമ്മൾ ഇതുവരെ ചിന്തിക്കുക പോലും ചെയ്യാൻ പറ്റാത്ത നമ്മളെ സ്വപ്നങ്ങൾ നമുക്ക് കാണുന്ന മെമ്മറീസ് ക്യാൻ ബി എനിത്തിങ്, റൈറ്റ്? അപ്പം ഓൾ ഓഫ് ദാറ്റ് ഇസ് ദെയർ. സോ ദാറ്റ്സ് വൈ ഇത് ഭയങ്കര വിഷ്വലി ഇത് ഭയങ്കര രസമായിരിക്കും, ഡിഫറെന്റ്. ഞാൻ ഈ സ്വയം അങ്ങനെ നമ്മളെ സിനിമയെ നമ്മളിങ്ങനെ പോഴ്ത്താൻ നിങ്ങൾക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് എന്റെ സിനിമ അല്ല എന്ന് ഒരു സെക്കൻഡ് ഞാൻ വിചാരിച്ചത് ഞാൻ കാണുവാണെങ്കിലും ഇതിന്റെ വിഷ്വലി ഈ സിനിമ ഇസ് ടു ഗുഡ്. ഇന്ത്യൻ സിനിമയിൽ നമ്മൾ ഇതുവരെ കാണാത്തൊരു പരിപാടി ഇതിലുണ്ട്. ഈ മൂവി അതായത് 2046 പ്ലോട്ട് ചെയ്യുന്ന ഒരു സാധനമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമ്മൾ തിങ്ക് ചെയ്യുന്നതും നമ്മൾ പ്ലോട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ആ ഒരു ടൈം ലൈൻ നമ്മൾ രജിസ്റ്റർ ചെയ്യാന്നുള്ളത് ഈസി ആയിട്ടുള്ളൊരു പരിപാടിയല്ല. കാരണം നമുക്ക് അറിയത്തില്ല ഒരു 25 years അപ്പാർട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ 20 years അപ്പാർട്ട് എങ്ങനെയാണ് നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ എന്നുള്ളത്. ടെക്നോളജി വളരുന്നതിനൊപ്പം തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറും നമ്മൾ കാണുന്ന കാര്യങ്ങളും ഈവൻ കളേഴ്സും എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എത്രത്തോളം പ്രിപ്പറേഷൻ ഇതിന്റെ ആർട്ട് വർക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആർട്ട് ഡയറക്ടറും കൂടെയാണ് ഇതില്. ഞാൻ ആർട്ട് ഡിപ്പാർട്ട്മെന്റിലുണ്ട്. നമുക്ക് കുറെ കാലം പ്രിപ്പയർ ചെയ്തു കുറെ എന്ന് വെച്ചാൽ ഒരുപാട് പ്രീവിയസ് ഉണ്ടായിരുന്നു, സ്റ്റോറി ബോർഡ്സ് ഉണ്ടായിരുന്നു, കോൺസെപ്റ്റ് ആർട്ട് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ആദ്യമേ ഉണ്ടായിരുന്നു. വിഷൻ വൈസ് നമ്മുടെ കോർ ടെക്നിക്കൽ ടീം ലോക്ക്ഡ് തന്നെയാണ്. നമുക്ക് കൺഫ്യൂഷൻസ് മാക്സിമം കുറവാണ്. പിന്നെ മ്യൂസിക്കലിയും നമ്മുടെ ടീം ആദ്യമേ ലോക്ക്ഡ് ആണ്. അപ്പം കൺഫ്യൂഷൻസ് ഇല്ല. പിന്നെ ലോജിക് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കട്ടൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇത് എക്സാക്ട്ലി 2046 ഇങ്ങനെ ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബാക്ക് ടു ദ ഫ്യൂച്ചറിൽ 2015 സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് ഫ്ലൈയിങ് ഹോവർ ബോട്ട്സും മറ്റേ ഫ്ലൈയിങ് കാർസും കാണിച്ചിട്ട് അത് സംഭവിച്ചൊന്നുമില്ല. അപ്പം സിനിമ കനോട്ട് ബി എന്താ ഒരു നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പോലത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിൻഡോ ഒന്നും അങ്ങനെയൊന്നും ആവത്തില്ല. പക്ഷെ മാക്സിമം അതിൻ്റെ ലോജിക്ക് വെച്ചിട്ട് ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഒരു റിട്രോ ഫ്യൂച്ചറിസം എന്ന് പറയുന്നൊരു ഐഡിയയും കൂടെ ഉണ്ട്. അതായത് നീരജ് ഒന്നുകൂടെ പറയൂ. റിട്രോ ഫ്യൂച്ചറിസം അല്ല മറ്റേ ലോക്കി എന്ന് പറഞ്ഞ സീരീസിന്റെ അത് കാണിക്കുന്നത് പഴയ ടിവികളൊക്കെ ആയിരിക്കും, പക്ഷെ ആ സമയത്ത് തന്നെ ആൾക്കാരെ ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റും. മറ്റേ അങ്ങനെയൊക്കെ ഈ ഗഗനചാരിയിൽ നമ്മൾ അതുപോലത്തെ ഒരു ഫോർമാറ്റ് കണ്ടിട്ടുണ്ട്. പക്ഷെ അല്ലാതൊരു പോസ്റ്റ് അപ്പോകലിപ്റ്റിക് വേൾഡ് അങ്ങനെ. ഗഗൻചാരിയിൽ ഒരു റിട്രോ ഫ്യൂച്ചറിസത്തിനെക്കാളും കൂടുതൽ ഒരു പോസ്റ്റ് അപ്പോകലിപ്റ്റിക് ലിറ്റിൽ സൈബർ പങ്ക് പക്ഷേ അങ്ങനെ ഉള്ളൊരു സാധനമാണ്. പക്ഷേ ഈ സൈബർ പങ്ക് ജോണറിൻ്റെ കോർ ഐഡിയ എന്ന് പറഞ്ഞാൽ ഹൈടെക് ലോ ലൈഫാണ്. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജീവിക്കുന്ന പോലെ നമുക്ക് അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിനെ വിളിക്കണമെങ്കിലും മെസ്സേജ് ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് മെസ്സേജ് ചെയ്യാൻ പറ്റും. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രമേ ചിലപ്പോൾ നമ്മുടെ ലൈഫ് രക്ഷപ്പെടത്തുള്ളൂ. നമ്മളൊരു സൈബർ പങ്കിഷ് സ്പേസിലാണ് ജീവിക്കുന്നത് തന്നെ. കൂടുതൽ സാമ്പത്തികമുള്ള ആൾക്കാർക്ക് കൂടുതൽ ചാൻസ് ഓഫ് ലൈഫാണ്, ബാക്കിയുള്ളവർക്ക് അങ്ങനെയല്ല. അത് വിലയുള്ള കാർ എടുക്കുമ്പോഴത്തേക്കും 2 ബാഗ് കിട്ടുന്ന പോലെയും നമ്മൾ നല്ല വിലയുള്ള കാർ കിട്ടുമ്പോൾ അത് അർമോ ട്രക്ക് പോലെയാണ്. ഒരു 1 crore പ്ലസ് കാർ കിട്ടുമ്പോൾ അത് നമ്മൾ മരിക്കത്തില്ല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സ്പേസിലാണ് ഓൾറെഡി ജീവിക്കുന്നത്. അപ്പോൾ 84 ഈ ബ്ലേഡ് റണ്ണറൊക്കെ ഉണ്ടായപ്പോഴത്തേക്കും അവർ ഇമാജിൻ ചെയ്ത സൈബർ പങ്ക് നമ്മൾ കടന്നു. വി ആർ ഓൾറെഡി ലിവിങ് ഇൻ ദാറ്റ് നൈറ്റ് മെയർ റൈറ്റ് നൗ. അപ്പം അതിൽ നിന്ന് വേറൊരു നൈറ്റ് മെയറിലോട്ട്
പോകുന്നതാണ് ഈ സിനിമ. അപ്പൊ അത് അങ്ങനെയൊക്കെയാണ് ഇമാജിൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്താണ്. മനസ്സിലായോ? ഏ? മനസ്സിലായോ? എനിക്ക് എവിടെയൊക്കെ കത്തുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഒന്നും വിട്ടു പറയുന്നില്ല എന്നുള്ളതാണ് അതെ അതെ. കേൾക്കൊണ്ടിരിക്കുക. ബേസിക്കലി ടെക്നോളജി ഭയങ്കരമായിട്ട് അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന സമയത്ത് പക്ഷെ മോണിറ്ററി വൈസ് പൈസ വൈസ് അല്ലെങ്കിൽ നമ്മളിപ്പോഴും വാല്യൂ വാല്യൂ സിസ്റ്റം വൈസ് ഒക്കെ നമ്മൾ ഇച്ചിരി ഭയങ്കര താഴ്ന്നു നിൽക്കുന്ന ഒരു സ്പേസ്. മനസ്സിലായി? അതാണ് ലോ ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ അപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ബേസിക് കാര്യങ്ങളൊക്കെ അതായത് ടെക്നോളജിക്കലി നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് എത്താൻ എളുപ്പമായിരിക്കും, ഫോണിൽ സംസാരിക്കും, അതൊക്കെ ഭയങ്കര ഹൈയും. പക്ഷെ നമുക്ക് ബേസിക്കലി വേണ്ട കാര്യങ്ങളും അതൊക്കെ ഭയങ്കര ലോ ലൈഫും ദാരിദ്ര്യവും പട്ടിണിയും ഓൾ ഓഫ് ദാറ്റ്. അങ്ങനെയുള്ള സ്പേസിൽ നടക്കുന്ന കഥകളെയാണ് നമ്മൾ സൈബർ പങ്ക് സ്പേസ്. ഓക്കെ 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 ഫൈൻ, കാത്തിരുന്ന് തന്നെ കാണാം. ഓക്കെ, അപ്പോഴേ നമുക്ക് ഒരു നിങ്ങളുടെ ലൊക്കേഷനിൽ ഉള്ള കുറച്ച് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് സീരിയസ് പരിപാടി ഇട്ടിട്ട് കുറച്ച് ഫണ്ണിലോട്ട് കിടക്കാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഫൺ ആയില്ലല്ലോ എന്ന് ചോദിക്കരുത്. ഓക്കെ, ജോബ് ഇന്റർവ്യൂ കഴിഞ്ഞു. ഓക്കെ, ഈ നിങ്ങളുടെ ഈ മൂവിയിലെ ഇത് എല്ലാവർക്കും ആൻസർ പറയാം കേട്ടോ, ഇത് ആർക്കും സംസാരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഈ മൂവിയിൽ ഞാൻ ഭയങ്കര ബിസിയാണ് എന്നൊക്കെ ആദ്യം ഒരു ഔട്ട്ലുക്ക് തന്നിട്ട് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഞങ്ങൾ ആരും പറഞ്ഞില്ല. ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി ലൈഫ് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, ആരും ബിസിയാന്ന് പറഞ്ഞാൽ മുങ്ങാനൊന്നും ശ്രമിച്ചിട്ടില്ല. ഓക്കെ ഓക്കെ, ഈ ഡയറക്ടറിന്റെ ഒരു ടൈപ്പ് ഓഫ് ടെല്ലിംഗ് ദാറ്റ് എനിക്ക് അത്ര ശരിയായില്ല, ഒരു ടേക്ക് കൂടി വേണം, വൺ മോർ ഷോട്ട് എന്നൊക്കെ പറയത്തില്ലേ, എങ്ങനെയാണ് പുള്ളി അത് ഡീൽ ചെയ്യുക? ആക്ടേഴ്സിനെ ചോദിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ വൺ മോർ ഷോട്ട് പറഞ്ഞ പ്രശ്നമാണ്. നമുക്ക് ഒന്നുകൂടെ പോയി നോക്കിയാലോ? അത് വർക്ക് ആവുന്നില്ല എന്ന് പറയാം. ചിലപ്പം ക്രേസി കൂടാണേ, പക്ഷെ ഓർമ്മ കൂടെ പോയാലും അപ്പുറത്തെ സൈഡിൽ നമ്മൾ കഷ്ടപ്പെട്ടിട്ടായിരിക്കും കൊണ്ടെത്തിക്കുന്നത്. ചെറിയ കാര്യം ചിലപ്പോ ചുമ്മാ ട്രൈ ആയിരിക്കും. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. പുതിയത് തന്നാലോ അറിയില്ല ഒന്നും. ഓക്കെ, ഡയറക്ടറോട് ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തുള്ളൂ പക്ഷെ അത് അതിന് അപ്പുറത്തേക്ക് തന്നു എന്ന് പറയുന്നത് എന്തെങ്കിലും പരിപാടി ഉണ്ടോ ഇവര് ചെയ്തതില്? എല്ലാരും അങ്ങനെയാണ്. എനിക്ക് രജിഷ ഓയോ, ഞാൻ ഒരു സാധനം എക്സ്പെക്ട് ചെയ്തു, അതിന്റെ അപ്പുറം ഇപ്പുറം ഒക്കെ ഒരുപാട് സാധനങ്ങൾ എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ പക്ഷെ എനിക്ക് സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും മനസ്സിലായതില്ല അവര് അത്രയും തന്നിട്ടുണ്ടെന്ന്. പക്ഷെ ഞാൻ എഡിറ്റിൽ ചെന്നിരിക്കുമ്പോഴത്തേക്കാണ് മാത്രം നമ്മൾ ഈ കോംപ്ലിമെന്റ് അല്ല, ഇത് ഞാൻ എഡിറ്റ് ചെയ്തില്ല എന്ന് ഞാൻ അറിയത്തില്ലായിരുന്നു. ഞാൻ നോക്കുമ്പോ അല്ല, നമുക്ക് എവിടെയെങ്കിലും ഒക്കെ കുറെ സാധനങ്ങള് നല്ല ചെയ്തു, എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും മുകളിൽ തന്നെ ചെയ്തു. പിന്നെ നിരഞ്ജ് എക്സ്പെക്ട് ചെയ്തിരുന്നു, അതുകൊണ്ട് ഓൾറെഡി നമ്മൾ എക്സ്പെക്ടേഷൻ ഭയങ്കര ഹൈ ആയിട്ട് വെച്ചത്. അപ്പൊ നിരഞ്ജ് അതിൽ എത്താൻ ശ്രമിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതെന്റെ കരിയറിലെ ബെസ്റ്റ് സിനിമയാണ് അല്ലെങ്കിൽ ബെസ്റ്റ് സീനാണ്, അങ്ങനെ ഒരു മൊമെന്റ് ഈ മൂവിയിലുണ്ടോ? ആക്ടേഴ്സ് ബെസ്റ്റ് സിനിമയാണ് ഞാൻ പറയും. ആണോ? സംതിങ് ബിഗ് ഈസ് കമിങ്. എന്റെ മനസ്സിലുള്ള ഈ സാധനം ഇങ്ങനെ കയറി വരുവാണോ? അതായത് ഫൈനലി ഇത് നമ്മളെല്ലാവരും ഇത് സക്സസ് ആവും എന്ന് തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് ദിസ് ഇസ് ഗോയിങ് ടു ബി ഗുഡ് ഫിലിം എന്നുള്ളതിന് നമുക്ക് ആർക്കും ഒരു ഡൗട്ടും ഇല്ല. എസ്പെഷ്യലി നമ്മുടെ മലയാളം മൂവീസ് ഇപ്പൊ കഴിഞ്ഞ കുറെ വർഷങ്ങൾ എടുക്കുമ്പോൾ നമ്മള് മിന്നൽ മുരളിയൊക്കെ കുറെ വർഷത്തിന് മുന്നേ ആണെങ്കിൽ നമുക്ക് അതൊരു ഹിറ്റ് ആകുമോ എന്ന ഡൗട്ടുള്ള സാധനമാണ്. ലോകമൊക്കെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എക്സ്പെരിമെന്റ്സ് ചെയ്യാം, വേണ്ടേ? നമ്മുടെ നാട്ടിലും ഇതുപോലത്തെ സാധനങ്ങൾ നമുക്ക് സ്പൈഡർമാനും സൂപ്പർമാനും ഇന്റർസ്റ്റെല്ലറും ഒക്കെ നമുക്ക് വേണം. ജനറലി നമ്മൾ എക്സ്പെരിമെന്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ഒരു ചെറിയ പരിപാടി, ചെറിയ എക്സ്പെരിമെന്റ്. കാരണം എക്സ്പെരിമെന്റ് ചെയ്യാൻ എല്ലാവർക്കും ചെറുതിലാണല്ലോ ഇഷ്ടം, ലോവർ റിസ്ക് ടെൻഡൻസി ഉണ്ടല്ലോ. ഇത് അത്യാവശ്യം നല്ല വലിയ എക്സ്പെരിമെന്റ് ആൻഡ് ഐ ഫീൽ ലൈക്ക് തിയേറ്റർ ഡിസേർവ്സ് എ വലിയ എക്സ്പെരിമെന്റ്. ഓക്കെ ഫൈൻ, അപ്പോൾ എല്ലാവർക്കും ഒരേ അഭിപ്രായം തന്നെയാണ് ആ കാര്യത്തിൽ. ഫൈൻ, ക്യാമറ ഓൺ ആവുമ്പോൾ സഡൻലി സീരിയസ് ആയിട്ട് നിൽക്കുന്ന ആള് അതിന് തൊട്ട് മുന്നേ വരെ ഭയങ്കര കോമഡി ആയിരിക്കും. ഐ തിങ്ക് നിരഞ്ജ് കുറെ തമാശയൊക്കെ പറഞ്ഞു. അല്ലല്ല, ഇതില് ക്യാരക്ടേഴ്സിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് അവരെ ഓട്ടോമാറ്റിക്കലി മറ്റേ മെത്തേഡ് ആക്ടിങ് ഒക്കെയാണോ പിടിച്ചേ? അയ്യോ അങ്ങനെയല്ല, ഇത് മെത്തേഡ് ഉണ്ട്, എനിക്ക് പറയാനുള്ളത്, എനിക്കത് ഏറ്റവും ഇതായിട്ട് രാഹുൽ രാജഗോപാലാണ്. അയാൾ ഇതിന്റെ അകത്ത് അത്ര നല്ല രസമില്ലാത്ത ഒരു ഊള ക്യാരക്ടറാണ് ചെയ്തത്. പക്ഷെ പേഴ്സണാലിറ്റി വൈസ് രാഹുൽ ഭയങ്കര ഡിഗ്നിഫൈഡ് ആയിട്ടേ സംസാരിക്കത്തുള്ളൂ. അപ്പൊ ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടാണ് ശ്രമിക്കുന്നത്.
അപ്പോൾ ഈ ക്യാമറ ഓൺ ചെയ്യുമ്പോൾ പുള്ളി ഇതിലോട്ട് മാറുന്നത് ഭയങ്കര രസമായിരുന്നു. രാഹുലിന് പല സീൻസുകളിൽ നല്ല രസമായിരുന്നു. സീരിയസ് ആയിട്ട് പിന്നെ പെട്ടെന്ന് പുള്ളി മറ്റേ കോർപ്പറേറ്റ് ലുക്കിലൊക്കെ വന്ന് നമ്മുടെ അടുത്ത് മറ്റേ രജിഷ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് നെക്സ്റ്റ് ഷോട്ട് എടുക്കുമ്പോഴത്തേക്ക് മറ്റേ അൾട്രാ കൂറത്തരൊക്കെ ചെയ്തിട്ട് അല്ലേ ഭയങ്കര രസം. വൾണറബിൾ സൈഡൊക്കെ ഇറ്റ്സ് എ ഗുഡ് തിങ്. ഓക്കെ സൂപ്പർ മീൻസ് ക്യാരക്ടറിന് വേണ്ടിട്ട്. അതെ ഓക്കെ ഡീൽ. ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്തതാണ് കേട്ടോ. ഓക്കെ ഒബ്വിയസ്ലി ക്യാരക്ടർ. ഓക്കെ ഈ ഷൂട്ടിംഗ് സെറ്റില് ആക്ടേഴ്സ് കോമൺലി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത വേർഡ് ഏതാണ്? ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം സോറി ഫോർ ഗെറ്റിംഗ് ലേറ്റ്. ഞാൻ ഈ മാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആണുങ്ങളെല്ലാം മാൻ എന്നും യൂസ് ചെയ്യും. ഞാനിപ്പോ വുമൺ എന്നും കൂടെ ശീലിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ മാൻ വുമൺ ഈ സാധനമാണ് ഓട്ടോമാറ്റിക്കലി യൂസ് ചെയ്യുന്നത്. പിന്നെ അല്ലാതെ സെറ്റ് എന്ന് പറയുന്നൊരു വാക്ക്, സെറ്റ് ആയിട്ടുണ്ട് എന്ന് പറയുന്നൊരു സാധനം ഇത് ചെയ്യും. പിന്നെ വേറെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ക്രേസി ഗുഡ്. മൂവീസും ആക്ച്വലി ക്രേസി മൂവീസ് ആണ്. ഞാന് ഈ നമ്മുടെ ആവാസ വ്യൂഹം കണ്ടിട്ടേ സ്റ്റാർട്ടിങ് ഞാൻ അപ്പൊ തൊട്ട് തങ്ങളുടെ ഫാൻ കേട്ടോ. ഞാനത് ആദ്യം തന്നെ പറയുന്നത്. അപ്പോ ഇത് സാധാരണ മനുഷ്യന്മാർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ പറ്റില്ലല്ലേ? അല്ലല്ല അങ്ങനെയല്ലേ. ബുദ്ധി കൂടി ചിന്തിക്കാൻ പറ്റില്ല. അത് ലൈക്ക് ഒരു എപ്പിക് മൂവി. നമ്മള് ഒരു മലയാളം മൂവീസില് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള മൂവീസ് പിക്ക് ചെയ്തെടുത്താലേ അതിലുണ്ട് ആ പടം എന്നുള്ളതാണ്. അത് അതിനെപ്പോഴും ഒരു ലൈക്ക് യെസ്റ്റർഡേയും ലെറ്റർ ബോക്സിലെ കമന്റ്സ് ഉണ്ട്. അങ്ങനെ അത് ആൾക്കാർ കാണുന്നത് തന്നെ അത് ഡിസ്കവർ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഓണർഷിപ്പ് തോന്നുന്ന ഫിലിംസ് ഉണ്ട്. അങ്ങനത്തെ ഫിലിംസ് എനിക്ക് ഞാൻ ചെയ്തതിലെല്ലാം അങ്ങനത്തെ ഫിലിംസുകളുണ്ട്. അതായത് ഇഫ് യു വാച്ച് ദ ഫിലിം ആൻഡ് ദെൻ യു ഫീൽ ദറ്റ് ഐ ഹാവ് ഡിസ്കവർഡ് ദിസ് ഫിലിം ആൻഡ് ദിസ് ഈസ് ആൻ അണ്ടർ റേറ്റഡ് ഫിലിം എന്നൊക്കെ തോന്നും. അപ്പം ഓവർ റേറ്റഡ് ആവുന്നതിന് മുമ്പ് ഇത് ഭയങ്കര നല്ലതാണ്. എന്ന് വെച്ചാൽ ഈ എല്ലാവർക്കും അണ്ടർ റേറ്റഡ് ആണ് നമ്മുടെ വാക്കെന്ന് തോന്നുന്നത്. അത് ഭയങ്കര അണ്ടർ റേറ്റഡ് ഒരു പടം. ലൈക്ക് എന്താ പറയാ, ഈ നമ്മുടെ ഹ്യൂമൻസ് അല്ലെങ്കിൽ നേച്ചറുമായിട്ടുള്ള ഒരു കണക്ട് റീഡ് ബിറ്റ്വീൻ ലൈൻസ് എന്നൊക്കെ നമ്മൾ ബുക്ക് വായിക്കുമ്പോൾ പറയുമല്ലോ, ആ പരിപാടിയാണ് പിടിച്ചേക്കുന്നത്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാര്യം മനസ്സിലാവില്ല, പക്ഷെ നമ്മൾ ആലോചിക്കും തോറും അതിന്റെ മീനിങ്സ് ഇങ്ങനെ കൂടി ഒരു സാധനം ഇതിന്റെ അകത്ത് അതിനെക്കാട്ടും കുറച്ചുകൂടെ കോറായിട്ടുണ്ട്. ഒട്ടും അബ്സ്ട്രാക്ട് അല്ലാതെ ഉണ്ട്. ഓക്കെ, അടിപൊളി. അപ്പൊ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. ഓക്കെ, ഈ സെറ്റില് ഏറ്റവും കൂടുതൽ ലേറ്റ് കമ്പർ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, സെറ്റില് അങ്ങനത്തെ ആൾക്കാരുടെ പേര് നമ്മളിവിടെ പറയത്തില്ല. നമ്മൾ പോസിറ്റീവ് പ്രൊമോഷൻ മാത്രമേ അപ്പൊ ഉണ്ട് പറയുന്നില്ല. അയ്യോ വേണ്ട, ഇവിടെ ഇരിക്കുന്ന ആരുമല്ല. എന്തായാലും ഓക്കെ, കട്ട് പറയാൻ തോന്നാത്ത രീതിയിൽ ആക്ട് ചെയ്തോണ്ടിരിക്കുന്ന ആള് കുറച്ച് മുന്നേ ചോദിച്ചാണ്. അതെന്നാണ് നേരത്തെ ഇതേപോലത്തെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ആരുമില്ല. എന്നുവെച്ചാൽ എനിക്ക് അങ്ങനത്തെ മൊമെന്റ് ഈ സിനിമയിലുള്ളത് ഒരു ഗ്രേവ് സീൻ. അവിടെ എനിക്ക് കുറച്ച് രണ്ടുപേരുടെ ഒരു സീൻ ഉണ്ട്. അത് അങ്ങനത്തെ ഒരു സീനില് ഞാൻ എന്നുവെച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കട്ടുപറ മറന്നു എന്നില്ല, ഇനി അവരടുത്ത് എന്ത് ചെയ്യും, ഇപ്പൊ എനിക്കൊരു പുതിയ സർപ്രൈസ് കിട്ടി. പിന്നെ ഇത് കട്ട് പറയാതിരിക്കും തോറും ദേ ആർ ഗിവിംഗ് മീ മോർ തിങ്സ്. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു സീനുണ്ട്. ഓക്കെ ഫൈൻ. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് സെറ്റില് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നാളെ തൊട്ട് ഇന്ന് എന്തായാലും ഹെവി ആയി, നാളെ തൊട്ട് എനിക്ക് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുന്നവരെ സിനിമയ്ക്ക് വേണ്ടിട്ടാണോ? ഓക്കെ, എല്ലാരും അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് നാച്ചുറൽ ആയിട്ട് അല്ല, ഇതിനതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നാത്തത് കൊണ്ട് അല്ലായിരുന്നു. ഓക്കെ, സെറ്റിൽ ഏറ്റവും നല്ല കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്തത് അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഓൺ സ്ക്രീൻ അല്ല, ഓഫ് സ്ക്രീനിൽ ആരും തമ്മിൽ പ്ലാൻ ചെയ്ത് ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര ഷൂട്ട് കഴിഞ്ഞ 10 മണിയാണെങ്കിലും ഷൂട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും എന്തെങ്കിലും ജ്യൂസ് കുടിക്കാനോ ടയർഡ് ആവുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അല്ലല്ല, ഇത് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ ടയർഡ് ആവുന്നല്ലേ എല്ലാരും കിട്ടുന്നുള്ളൂ ഇങ്ങനെ കുറച്ച് ആൾക്കാർ. അപ്പൊ നമ്മളിത് കഴിഞ്ഞിട്ട് ഓക്കെ, അപ്പൊ നമ്മൾ ഈ മെമ്മറീസ് എക്സ്ട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മെമ്മറീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പടമാണല്ലോ ഈ മൂവി. ദ ഹോൾ മൂവി പ്രോസസ്സിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ട് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അതെന്തായിരിക്കും? നിരഞ്ജ്, ഞാൻ ചോദ്യം ചോദിക്കുമ്പോ എനിക്ക് ഐ കോണ്ടാക്ട് തരുന്നില്ല. എനിക്ക് വേണ്ട ചോദ്യങ്ങളൊക്കെ ചോദിച്ചു വരുമ്പോഴത്തേനും ഇങ്ങനെ 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 ഇരിക്കും. നല്ല ചോദ്യമാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ അങ്ങനല്ല.
ഓ അത് എന്നാ അല്ലേ ഇല്ല ഇല്ല എല്ലാം നല്ല മെമ്മറീസ് തന്നെയാണ്. കാരണം നമുക്ക് അങ്ങനെ ഒരു നല്ല മെമ്മറീസ് ഒന്നും ഇല്ലാത്തതിന്റെ ഇടയ്ക്ക് ഒരു നല്ല മെമ്മറി കിട്ടുമ്പോൾ അത് നമ്മൾ ഓർത്തിരിക്കും. ഇത് അങ്ങനെയല്ലേ, ഇത് മൊത്തം ഫുൾ എൻജോയ് ചെയ്ത പ്രോസസ് ആണ്. ലൈക് ബിഗിനിങ് ഈ പടത്തിന് പറഞ്ഞുതരാ. ആൻസർ പറഞ്ഞു കൊടുക്കുന്നു. അയ്യോ ട്രിപ്പ് നമ്മളിവിടെ ഷൂട്ട് ചെയ്തത് കൊച്ചിയിലും പിന്നെ പുറത്താണ്, തായ്ലാന്റിലും ഹോങ്കോങ്ങിലും ആണ്. അപ്പൊ അവിടെ മാത്രമേ പോയുള്ളൂ. അല്ല, ഹോങ്കോങ്ങിൽ ഞാനും DOP പ്രയാഗ് ബ്രോ നമ്മൾ 3 പേരും കൂടെയാണ് പോയത്. അത് ഭയങ്കര രസമായിരുന്നു. തായ്ലാന്റിലും നമ്മൾ കുറെ പേരുണ്ടായിരുന്നു ക്രൂ. നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് എന്റെ ഇടയിൽ ഷൂട്ട് ചെയ്ത്. രജീഷാണ് ഞാൻ എപ്പോഴെങ്കിലും മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കാൻ വെച്ചിരുന്ന ഒരു ചോദ്യമുണ്ട്. അത് നമ്മുടെ മാരി സെൽവരാജിന്റെ കൂടെയൊക്കെ അസോസിയേറ്റ് ചെയ്തപ്പോൾ വർക്ക് ചെയ്തല്ലോ, മോർ ദാൻ 1 ഫിലിം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബൈസണൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അൾട്ടിമേറ്റ്ലി കിഡിലും പെർഫോമൻസ് ആയിരുന്നു കേട്ടോ, സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഗ്ലാം ഫാക്ടർ ഒരു പ്രശ്നമേ അല്ല, നമ്മൾ എവിടെ കൊണ്ട് പ്ലേസ് ചെയ്താലും ചെയ്യും എന്നുള്ളതാണ്. സോ രജിഷ ഇംപ്രസ് ചെയ്യാൻ എങ്ങനത്തെ മൂവീസ് കൊണ്ടുവരണം? അങ്ങനെ എന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് നല്ല സിനിമ വരാൻ വേണ്ടി എനിക്ക് എങ്ങനെ ഒരാൾ ഇംപ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ലൈക്ക് ഐ ഓൾവേസ് ഫീൽ ലൈക്ക് യുവർ വർക്ക്, എനിക്ക് എൻ്റെ വർക്കിലൂടെ മാത്രമല്ലേ കൂടുതൽ വർക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ കാരണം പലവട്ടം പലയിടത്തും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഇത് പലപ്പോഴും നമ്മൾക്ക് ഇത് നമ്മളെ നമ്മളെ സെലക്ഷനേക്കാൾ ഉപരി ആ സിനിമ നമ്മളെ സെലക്ട് ചെയ്ത് നമ്മളുടെ അടുത്തേക്ക് ആദ്യം വരിക എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, വിച്ച് മീൻസ് യു ഹാവ് ടു അട്രാക്ട് ഗുഡ് വർക്ക്. അപ്പം അതിന് വേണ്ടി അവരെ ഇംപ്രസ് ചെയ്യാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു സിനിമയിൽ, യുനോ ഓഡിയൻസിനെ ഇംപ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ എനിക്ക് എന്നോട് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമേ നോക്കാറുള്ളൂ. അല്ലാതെ ഇങ്ങനൊരു സിനിമ വന്നാൽ ഞാനത് കയറി സെലക്ട് ചെയ്യും എന്നുള്ള ക്രൈറ്റീരിയ ഒന്നും തന്നെ, അല്ലെ ഇത്രയും സ്ക്രീൻ ടൈം എനിക്ക് വേണം, അല്ലെ എന്നെ കാണാൻ ഇങ്ങനെ ഇരിക്കണം, അങ്ങനെ ഒന്നും ഞാൻ ഇതുവരെ അങ്ങനത്തെ മാനദണ്ഡങ്ങളൊന്നും ഞാൻ വെച്ചിട്ടില്ല. ഇഫ് ഗുഡ് വർക്ക് കംസ് മൈ വേ, ഓഫ് കോഴ്സ് ഐ വിൽ ഡു ഇറ്റ്. അതാണ്, അത് വരണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഓൾ ദ ടൈം. ഓക്കേ, തമിഴിൽ ഇപ്പോ കുറച്ചുകൂടെ ലൈക്ക് റെക്കഗ്നിഷൻസ് കിട്ടുന്നു, ഹാപ്പി അല്ലേ? വെരി ഹാപ്പി. ഞാൻ 4 സിനിമയെ ചെയ്തിട്ടുള്ളൂ, പക്ഷെ ഇപ്പം എനിക്കൊന്ന് ബൈസൺ കഴിഞ്ഞപ്പോഴാണ് കുറച്ചധികം റെക്കഗ്നീഷൻ. പ്രോബബ്ലി ആ ക്യാരക്ടറിന് കുറച്ചും കൂടി സ്പേസ് ഉള്ളതുകൊണ്ടായിരിക്കും ആൾക്കാർ കൂടുതൽ സംസാരിച്ചത്. ബട്ട് ഐ എം വെരി ഹാപ്പി ദാറ്റ് എനിക്ക് അങ്ങനെ ഒരു ലാംഗ്വേജ് ബാരിയർ വെക്കണമെന്നില്ല. ഒരു ആക്ടറിന് ലാംഗ്വേജ് മാത്രമല്ല, മീഡിയമോ ഒന്നും ഒരു അഭിനയിക്കുന്ന ഇത്രത്തോളം കാലം അത് തിയേറ്റർ ആണോ സിനിമയാണോ ഷോർട്ട് ഫിലിമാണോ. ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു ഈ അടുത്ത്, കോവർട്ടി എന്ന് പറഞ്ഞാൽ. എനിക്ക് അഭിനയിച്ചാൽ മതി, അത് എവിടെ കിട്ടിയാലും ഏത് ഭാഷ എവിടെ കിട്ടിയാലും അത് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ. ഓക്കെ ദിവ്യ, ഇപ്പോ ഈ ഒരു ഇടയ്ക്ക്, അതായത് ഒരു 2-3 ഇയേഴ്സിലാണ് താങ്കൾക്ക് പെർഫോമൻസ് ഓറിയന്റഡ് റോൾ, ഫോർ എക്സാമ്പിൾ ഓൾ വി ഇമാജിൻ ലൈറ്റ് പോലുള്ള പടങ്ങളൊക്കെ വരുന്നത്. എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നോ ഈ കരിയറിൽ ഒരു ഷിഫ്റ്റ്, അതായത് ഒരു മെയിൻ സ്ട്രീം ആൾക്കാർ അറിയുന്ന പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള റോൾസ് വരും? ആൻഡ് ഹൗ ഡു യു സീ ദിസ് ഗ്രോത്ത്? വിചാരിച്ചു എന്ന് വെച്ചാൽ അതിനു വേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്തോണ്ടിരിക്കണേ. അതെ, അങ്ങനെ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരുപാട് പെർഫോം ചെയ്യണം എന്നുള്ള ഇപ്പോഴും അത് തന്നെയാണല്ലോ. അത് പേർപ്പസ്ഫുള്ളി ഉള്ള ഒരു പ്ലാനിങ് ഒന്നുമല്ല, അതിലോട്ട് തന്നെയാണ് ലുക്ക് ഫോർവേഡ് ചെയ്യുന്നത് ഉറപ്പായിട്ടും. ഇപ്പൊ ഉള്ള സ്പേസ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ലാസ്റ്റ് ചോദ്യം എല്ലാവരോടും കൂടിയിട്ട് നമ്മുടെ മസ്തിഷ്ക മരണത്തിനെ പറ്റിയിട്ട്. ഓക്കെ, നമ്മള് ബ്രെയിൻ മാറ്റി വെച്ചിട്ട് പണം വരണോ അതോ ഹാർട്ടുമായിട്ട് വന്നാൽ മതിയോ? എങ്ങനെ നമ്മൾ അതോ രണ്ടും കൊണ്ട് വരണോ? നോർമലി സിനിമ കാണാൻ പോകുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ? എന്തൊക്കെ കൊണ്ടുവരണ്ടേ? ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഒരുപാട് ലോജിക്കലി തിങ്ക് ചെയ്ത് മറ്റേ അങ്ങനത്തെ ഒന്നും വേണ്ട. അല്ല, പക്ഷെ സ്റ്റുപ്പിഡും അല്ല സിനിമ. അപ്പം അതുകൊണ്ട് അല്ല, സിനിമ കാണാൻ നോർമലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമ കാണുമ്പോഴത്തേക്കും നമ്മൾ സിനിമയ്ക്ക് സമയം കൊടുക്കണം, സിനിമ നമുക്ക് റിവാർഡും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു മോഡിൽ തന്നെയാണ് ഈ സിനിമ പോകുന്നത്. ഇത് കുറച്ചുകൂടി ഈസിയർ ആ മോഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ദ സിനിമ വിൽ ടേക്ക് ഇറ്റ്സ് ടൈം ടു മേക്ക് ഇറ്റ്സ് ഇമ്പാക്ട്, ആൻഡ് വെൻ ഇറ്റ് മേക്സ് എൻ ഇമ്പാക്ട് യു വിൽ ബി വെരി ഹാപ്പി ദാറ്റ് യു ഡിസ്കവർഡ് ദിസ് ഫിലിം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. സൂപ്പർ. സോ ഫൈനലി വ്യൂവേഴ്സിന്റെ അടുത്ത് എന്താ പറയാനുള്ളത് മൂവിയെ പറ്റി? അപ്പം മസ്തിഷ്ക മരണം ഉടനെ തിയേറ്ററുകളിൽ വരും. തീർച്ചയായിട്ടും നിങ്ങൾ പോയി കാണണം. ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും. തിയേറ്ററിൽ കാണേണ്ട സിനിമ തന്നെയാണ്, അതിന് വേണ്ടി ഡിസൈൻ ചെയ്ത പടമാണ്. ആൻഡ് യു വിൽ നമ്മളെല്ലാവരും
നമ്മളെ എൻജോയ് ചെയ്താണ് ആ പടം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങളും എൻജോയ് ചെയ്യുന്നതാണ് വിശ്വാസം. അപ്പോൾ ഓഫ് കോഴ്സ് നമുക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ ഒരു കാര്യത്തിൽ യാതൊരു ഡൗട്ടില്ല, നിങ്ങളൊക്കെ ഓസം ആക്ടേഴ്സ് ആണ്. സോ നിങ്ങളുടെ പെർഫോമൻസിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. ഈ മൂവിയിൽ എന്ത് ഡിഫറൻറ്റാണ് ചെയ്തിട്ടുള്ളത്? ആൻഡ് പ്ലീസ് കണ്ടിന്യൂ വാട്ട് യു ആർ കറന്റ്ലി ഈറ്റിംഗ്. എന്താണ് കഴിച്ചോണ്ടിരിക്കുന്നത് അത് കഴിച്ചോണ്ടിരിക്കുക. നമുക്ക് ഇതുപോലുള്ള അടിപൊളി പടങ്ങൾ, ഡിഫറൻ്റ് ആയിട്ട് പടങ്ങൾ ഇനിയും തരാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എൻറ്റയർ ക്രൂ. Thank you. താങ്ക് യു താങ്ക് യു സോ മച്ച്. മച്ച്.